ഹായ് ഫ്രണ്ട്സ്, ഗോ ഗ്രീൻ വിത്ത് ടിവിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഫ്ലെക്സ്ഷെയർ പോലെ മറ്റൊരു ആപ്പിൻ്റെ വിശേഷങ്ങളാണ്. എന്തൊക്കെയാണ് ആപ്പിൻ്റെ വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഈ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ പ്ലേ സ്റ്റോറിൽ എത്തുന്നു. സെർച്ച് വിൻഡോയിൽ ഇ ഹബ്ബ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇ ഹബ്ബ് ബൈ എം ജി എന്നും പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആപ്പ് വിസിബിളായിട്ട് വരും. വിൻഡോയിൽ രണ്ടാമത് കിടക്കുന്ന ആപ്പാണ് ഇ ഹബ്ബ് ബൈ എം ജി എന്നും പറഞ്ഞുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ള സമയം ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ താഴെ പറയുന്ന പോലാണ് ഒരു വിൻഡോ നിങ്ങൾക്ക് തെളിഞ്ഞ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇ ഹബ്ബ് ബൈ എം ജി എന്ന് വലിപ്പത്തിൽ കിടക്കുന്ന ഒരു ലോഗോ കാണാം. അങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്ത് ബാക്ക് വിൻഡോയിലേക്ക് പോകാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റും. അങ്ങനെ ഓപ്പൺ ആക്കുമ്പം ആദ്യം തെളിഞ്ഞ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ സൈനപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നമ്മളതിൻ്റെ അകത്ത് അതെല്ലാം അവരുടെ കണ്ടീഷൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരല്പസമയത്തിന് ശേഷം ഒരു OTP വരും. OTP നമ്മൾ എൻ്റർ ചെയ്യുക. OTP ഒരല്പസമയം അതിന് വേണ്ടി എടുക്കും. അപ്പോൾ OTP എൻ്റർ ചെയ്തതിന് ശേഷം ഒരല്പസമയം അതിനുവേണ്ടി പോകുന്നുണ്ട്. OTP വരാനുള്ളൊരു സമയമാണ്. OTP വന്നതിന് ശേഷം ഞാനത് എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ലോഗിൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചു. ഇനിയും അവിടെ നമ്മുടെ ഡീറ്റെയിൽസാണ് അടിച്ചു കൊടുക്കേണ്ടത്, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ പേരും മറ്റ് ഡീറ്റെയിൽസൊക്കെ, പേര് മാത്രം മതിയാവും. അപ്പോഴത്തേക്ക് അവിടെ നമുക്കൊരു പെർമിഷൻ വരികയാണ്. നമ്മുടെ ലൊക്കേഷനും മറ്റ് കാര്യങ്ങളുമൊക്കെ ആപ്പിനെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചു. അപ്പം അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ നേരെ ആപ്പ് ഓപ്പണായി. ഇനിയും ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് വരുന്നത്. നമ്മൾ ഫ്ലെക്സ്ഷെയർ പോലെ തന്നെ ഇവിടെ നമുക്ക് ചാർജ് സ്റ്റേഷൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിനൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതേ തന്നെ ഒരു ഐക്കണുണ്ട്, സിയോൺ ആണോ ചാർജ് മോഡാണോ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ഗുണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു റൗണ്ടിൽ നീല വട്ടം പോലെ കിടക്കുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനിയും ആപ്പിനെ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കിതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതായിട്ടാണ് ഞാൻ ആദ്യമായി പറയുന്നത്. നമുക്ക് ആദ്യം സാധാരണ പോലെ തന്നെ മുകളിൽ സെർച്ച് വിൻഡോ കിടപ്പുണ്ട്. അവിടെ നമുക്ക് ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ടും നമുക്ക് ചാർജ് സ്റ്റേഷൻ കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആലപ്പുഴയിലുള്ള ചാർജ് സ്റ്റേഷൻസാണ് കാണേണ്ടതെങ്കിൽ ആലപ്പുഴ എന്ന് ഞാൻ സെർച്ച് ചെയ്താൽ മതിയാവും. അവിടെ കാസിയ റെസ്റ്റോറൻറ്റ് ആലപ്പുഴ സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട്. അവിടെ അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കാസിയ റെസ്റ്റോറൻറ്റ് ആലപ്പുഴ ഡീറ്റെയിൽസ് കാണും. അപ്പോൾ അവിടെ നമുക്ക് ഇത് ഭാവിയിലേക്ക് സേവ് ചെയ്ത് വെക്കാം. ഇനി മറ്റൊരാൾക്ക് ഈ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ മെസ്സഞ്ചർ ഒരു ടെലഗ്രാം ഒരു ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നാവിഗേഷനാണ്. നാവിഗേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ലൊക്കേഷൻ അറിയാൻ മേലെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ അതിനുള്ള സംവിധാനം അതിൻ്റെ അകത്തുണ്ട്. ഇനി താഴെ കിടക്കുന്നത് ചാർജറിൻ്റെ ഡീറ്റെയിൽസാണ്. അവൈലബിൾ എന്ന് വെച്ചാൽ നമുക്കവിടെ ചാർജ് സ്റ്റേഷൻ ഫ്രീ ആണെന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നോക്കുക, 2 ഗണ്ണുള്ള ചാർജ് സ്റ്റേഷനാണ്. പക്ഷേ 1 ഗൺ മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. 2 ഗണ്ണും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ അൺഅവൈലബിൾ എന്ന് നോ കണക്റ്റേഴ്സ് എന്നും പറഞ്ഞൊക്കെ മെസ്സേജ് അവിടെ തെളിഞ്ഞ് വരും. അപ്പം തൽക്കാലം ഇത് ഒരെണ്ണം അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് 2 ഗണ്ണും ഫ്രീ ഉള്ള ചാർജ് സ്റ്റേഷൻ കണ്ടെത്താനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ 14 കിലോമീറ്റർ അകലെയാണ് ഞാൻ നിൽക്കുന്നത് ഈ ചാർജ് സ്റ്റേഷനിൽ നിന്നും. അപ്പോൾ അത്രയും ദൂരം ഞാൻ ഓടിയെത്തുമ്പോഴത്തേക്ക് മറ്റൊരു കസ്റ്റമർ വന്നാൽ രണ്ടാമത്തെ ഗണ്ണും എൻഗേജ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഏതെങ്കിലും ചാർജ് സ്റ്റേഷൻ ഉണ്ടോ, അവിടുത്തെ 2 ഗണ്ണും ഫ്രീ ആണോ എന്നും കൂടി ആദ്യം നോക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ഓക്കെ, ഇനി നമുക്ക് തൊട്ട് താരെ പിന്നെ എൻ്റെ CCS2 60 കിലോ വാട്ടിൻ്റെയാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താരെ ചാർജ് വിയ പാർട്ട്ണർ ആപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഫോണിൽ ഇപ്പം സിയോണിൻ്റെ ആപ്പ് കിടപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം, ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ ആപ്പിലേക്ക് പോകും. ആപ്പ് എനിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ അകത്ത് വാലറ്റ് ക്യാഷ് ഇട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഇനി എൻ്റെ ഫോണിൽ ഉള്ളതാണെങ്കിൽ, ഇപ്പം ചാർജ് മോഡിൻ്റെ എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാർജ് മോഡിൻ്റെ ഒരു സ്റ്റേഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം ഞാൻ പുന്നപ്രയിൽ KSEBിയുടെ ഒരു ചാർജ് സ്റ്റേഷനുണ്ട്. അപ്പോൾ അത് അവൈലബിൾ ആണോ നോക്കാം. KSEB പുന്നപ്ര എന്ന് വന്നു. ഓക്കെ, ഞാനത് ഓപ്പൺ ചെയ്തു.
ഓപ്പൺ ചെയ്ത് അവിടെ ഗൺ CCS2 2 ഗണ്ണും അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു പോരായ്മയാണ്, ഞാൻ ആലപ്പുഴയിൽ നിന്ന് ടൈപ്പ് ചെയ്തപ്പം കാസിയ ഹോട്ടൽ മാത്രമേ കാണിച്ചുള്ളൂ. അത്രയും ദൂരം തന്നെ, അതായത് ആലപ്പുഴയിൽ നിന്ന് വലത്തെ സൈഡിലേക്ക് പോകുമ്പോഴാണ് കാസിയ ഹോട്ടൽ, ഒരു 2-3 കിലോമീറ്റർ പോകണം. അത്രയും ദൂരം തന്നെ ഇടത്തേക്ക് വന്നാൽ നമുക്ക് പുന്നപ്രയിലെത്താൻ പറ്റും. പക്ഷേ അത് ഈ ആപ്പ് കാണിച്ചില്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയത്. ഓക്കെ, ഇനി ഞാനിവിടെ തൊട്ട് താഴെ സ്കാൻ QR കോഡ്, കാരണം എൻ്റെ ഫോണിൽ ഈ ആപ്പ് കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് ഇവിടെ നിന്നും ചാർജ് ചെയ്യാൻ പറ്റും. പ്ലഗ്ഷെയറിലൊന്നും അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഈ പ്ലഗ്ഷെയർ ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം. എനിക്കങ്ങനെ ചാർജ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ആപ്പിൽ തന്നെ ചാർജ് മോഡിൻ്റെ ആപ്പ് ഉപയോഗിക്കണമെന്നില്ല, ആപ്പ് ഫോണിൽ ഉണ്ടാവണം. ഓക്കെ, വാലറ്റ് ക്യാഷും മറ്റും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചാർജിങ് ഈസി ആയിട്ട് നടക്കും. നമ്മുടെ വാലറ്റിൽ നിന്ന് എമൗണ്ട് ഡിഡക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ഇനി മറ്റൊരു ഓപ്ഷനാണ് നമുക്കിവിടെ അവൈലബിൾ ചാർജേഴ്സ് സ്റ്റേഷൻ മാത്രം സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ CCS2 ഫാസ്റ്റ് ചാർജ് മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ടൈപ്പ് 2 സ്ലോ ചാർജ് മാത്രം സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ കമ്പനി ബേസ്ഡ്, കാരണം ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ചാർജിങ് സ്റ്റേഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുള്ളൂ. ജിയോ, BP പൾസ്, ചാർജ് സോണ്, സിയോൺ ചാർജിങ്, സ്റ്റാറ്റിക്, ഗ്ലിഡ, ഇങ്ങനെയുള്ള ചാർജ് സ്റ്റേഷൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. നമ്മുടെ ഗോഇസിയോ, ടാറ്റ പവറോ അങ്ങനെയുള്ള ടക്കറോ അങ്ങനെയുള്ള ചാർജ് സ്റ്റേഷനൊന്നും ഇവരുമായിട്ട് ടൈപ്പ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അത് ലിസ്റ്റഡ് ആകാത്തത്. ഫ്യൂച്ചറിൽ അത് ആകുമെന്ന് നമുക്ക് കരുതാം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്കിതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. മാത്രമല്ല പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലഗ്ഷെയറിലാണ് സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിനടുത്തുള്ള എല്ലാ ചാർജ് സ്റ്റേഷനും ഇതിൻ്റെ അകത്ത് ലിസ്റ്റഡ് ആകും. അത്രയും ഒരു ഫ്രീ ആയിട്ട് ഇവിടെ ലിസ്റ്റഡ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. അപ്പം ഏതൊരു ആപ്പ് നമ്മൾ സെലക്ട് ചെയ്താലും ചിലതിന് ചില പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് ഒരാഴ്ച ആയുള്ളൂ ലോഞ്ചായിട്ട്. അപ്പം ഫ്യൂച്ചറിൽ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് താഴോട്ട് നിയർ ബൈ ചാർജേഴ്സ്. ഇപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് സ്ഥലം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സെർച്ച് വിൻഡോയിൽ സെർച്ച് ചെയ്തത്. എനിക്കിപ്പോൾ സ്ഥലം അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ ചാർജേഴ്സ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ KSEB പുന്നപ്ര കാണിക്കുന്നുണ്ട്, കാന്താരി റെസ്റ്റോറൻറ്റ് ചങ്ങനാശ്ശേരി കാണിക്കുന്നുണ്ട്, കാസിയ റെസ്റ്റോറൻറ്റ് ആലപ്പുഴ കാണിക്കുന്നുണ്ട്, ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് തിരുവല്ല കാണിക്കുന്നുണ്ട്, KSEB സബ്സ്റ്റേഷൻ തിരുവല്ല കാണിക്കുന്നുണ്ട്, വിൻസർ കാസ്റ്റിൽ ഹോട്ടൽ കോട്ടയം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഐഡ ഹോട്ടൽ കാണിക്കുന്നുണ്ട്, ലിസ്റ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മങ്കമ്പിൽ നിൽക്കുന്ന എനിക്ക് ആലപ്പുഴയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കാന്താരിയോ അല്ലെങ്കിൽ തിരുവല്ലയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ലൊക്കേഷനും കൂടി ബേസ് ചെയ്താണ്. ഇപ്പോൾ എനിക്ക് ചേർത്തല ഭാഗത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും കാസിയ ഹോട്ടൽ ഞാൻ ഓപ്റ്റ് ചെയ്യും. മറിച്ച് എനിക്ക് അമ്പലപ്പുഴ ഭാഗത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പുന്നപ്ര ഓപ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇത് കാണിച്ചു എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് ലൊക്കേഷൻ ഇട്ട് പോയാൽ നമ്മൾ വഴിതെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ കൂടെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം നമ്മുടെ സെലക്ഷൻ. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഡെസ്റ്റിനേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുവാൻ സാധിക്കും. ഇതൊക്കെയാണ് പൊതുവേ എനിക്ക് ഈ ആപ്പുമായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഫ്രണ്ട്സ്, എനിക്ക് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഈ ആപ്പ് വഴി തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇവയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്ത് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വഴി സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പം ആപ്പ് നമ്മുടെ ഫോണിലില്ല എങ്കിൽ, അതായത് ആ കമ്പനിയുടെ ആപ്പ് നമ്മുടെ ഫോണിലില്ല എന്നുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ ആ ആപ്പിലേക്ക് ലിങ്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ക്യാഷ് ഇട്ട് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ ചാർജ് സ്റ്റേഷൻ പ്രയോജനപ്പെടുത്താം. ഇൻ കേസ് ഇനി ഉണ്ടെങ്കിൽ ആ ആപ്പിൻ്റെ ചാർജ് സ്റ്റേഷൻ്റെ ആപ്പ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്കാൻ ചെയ്ത് നമുക്ക് ചാർജ് സ്റ്റേഷൻ പ്രയോജനപ്പെടുത്താം. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ക്യാഷ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഗുണമായിട്ട് തോന്നിയത്. പ്ലഗ്ഷെയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലഗ്ഷെയർ ആപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ ആപ്പ് പ്രസ്തുത ചാർജ് സ്റ്റേഷൻ്റെ ആപ്പ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സമയലാഭം നമുക്ക് ഇതുകൊണ്ടുണ്ട്. പക്ഷേ എല്ലാ കമ്പനികളും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. മാത്രമല്ല എനിക്ക് തോന്നിയ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം മങ്കമ്പിൽ നിൽക്കുന്ന എനിക്ക് ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോഴത്തേക്ക് കാന്താരി അല്ലാതെ അതിന് മുന്നേ തന്നെ ചാർജ് മോഡിൻ്റെ ഒരു ചാർജ് സ്റ്റേഷൻ ഒരു 3-4 കിലോമീറ്റർ അപ്പുറമുണ്ട്. അതിൻ്റെ അകത്ത് ലിസ്റ്റഡ് ആയിട്ടില്ല. അത് റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള ചാർജ് സ്റ്റേഷനാണ്. അതുകൊണ്ടായിരിക്കാം ലിസ്റ്റഡ് ആവാത്തത്. ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു. കാരണം ഈ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടും ഒരാഴ്ച ആയിട്ടുള്ളൂ.
അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുമ്പോൾ അവർ എല്ലാ കമ്പനികളും ഒക്കെ ആയിട്ട് മാക്സിമം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പ്ലഗ്ഷെയർ പോലെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പായി ഇത് മാറും. എന്തായാലും നിങ്ങൾക്ക് ഈ ആപ്പ് പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ആകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.